ഒരു വർഷം പിന്നിടുന്ന എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിലൊന്ന്. മലയാളികൾ ഏറെ ആഘോഷിച്ച ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെ മൂന്നാം ചിത്രം. ആദ്യ രണ്ട് ചിത്രങ്ങളും വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു. അതിൽ തന്നെ ലൂസിഫറിന് വളരെയധികം ആരാധകരുണ്ടായിരുന്നു. പൃഥ്വിരാജ് എന്ന സംവിധായകനിലും മുരളി ഗോപി എന്ന റൈറ്ററിലും മോഹൻലാൽ എന്ന താരത്തിലുമുള്ള വലിയ വിശ്വാസമാണ് എമ്പുരാന് ഏറ്റവും വലിയ ഹൈപ്പിലേക്ക് പോകാൻ സാധിച്ചത്. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷനായിരുന്നു എമ്പുരാൻ നേടിയത്. അതുമാത്രമല്ല, മലയാള സിനിമയുടെ വാണിജ്യപരമായ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു എമ്പുരാൻ. ഒരു മലയാള സിനിമയുടെ സിംഗിൾ ഡേ കളക്ഷൻ പൊട്ടൻഷ്യൽ 68.2 കോടി രൂപയാണെന്ന് കാണിച്ചു തന്ന ചിത്രമായിരുന്നു എമ്പുരാൻ. നാളിന്ന് വരെ ഒരു മലയാള സിനിമയ്ക്കും അതിന്റെ പകുതി പോലും ആദ്യ ദിനത്തിലോ സിംഗിൾ ഡേയിലോ നേടാൻ കഴിഞ്ഞിട്ടില്ല. എമ്പുരാൻ നേടിയ ആദ്യ ദിന കളക്ഷൻ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പിക്കുന്നതായിരുന്നു. മോഹൻലാലിന്റെ കടുത്ത ആരാധകർ പോലും ഇത്രത്തോളം കളക്ഷൻ ചിത്രം നേടുമെന്ന് കരുതിയതേയില്ല. ആദ്യ ദിനത്തിൽ 68.2 കോടി നേടിയ ചിത്രം സമ്മിശ്ര പ്രതികരണം കൊണ്ട് മാത്രം വീക്കെൻഡിൽ 175 കോടിയിൽ ഒതുങ്ങി. ചിത്രത്തിന് ഗംഭീര പ്രതികരണമായിരുന്നു ലഭിച്ചതെങ്കിൽ 200 കോടിക്ക് മുകളിൽ വീക്കെൻഡ് കളക്ഷൻ തന്നെ വരുമായിരുന്നു. ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ 400 കോടിയും 500 കോടിയും എമ്പുരാൻ സ്വന്തമാക്കിയേനെ. നിർഭാഗ്യവശാൽ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ലൂസിഫറിനോടുള്ള താരതമ്യം തന്നെയായിരുന്നു എമ്പുരാന്റെ ഏറ്റവും വലിയ പ്രശ്നവും. ലൂസിഫർ മലയാള സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്കിനോട് കിടപിടിക്കുന്നത് പോയിട്ട് അതിന്റെ 7 അയലത്തെത്താൻ എമ്പുരാന് കഴിഞ്ഞില്ല. ഭൂരിഭാഗം പ്രേക്ഷകരും മോശം അഭിപ്രായമാണ് ചിത്രത്തിന് നൽകിയത്. എങ്കിലും ആദ്യ ദിനങ്ങളിലും വീക്കെൻഡിലും വലിയ കളക്ഷൻ ചിത്രം നേടി. BJPയുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വിവാദം ചിത്രത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് കുറെ കൂടെ ബെറ്ററായ കളക്ഷൻ നേടി. എങ്കിലും മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ഓവർസീസിൽ എമ്പുരാൻ നേടിയ കളക്ഷൻ ഇന്ന് വരെ ആരും മറികടന്നിട്ടില്ല. മലയാള സിനിമയ്ക്ക് ആദ്യമായി ഓവർസീസിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു എമ്പുരാൻ. എമ്പുരാന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചതോടുകൂടെ തന്നെ ലൂസിഫർ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാവുന്നില്ല. ഏതായാലും ലൂസിഫർ എന്നുള്ള ഒരു ഫ്രാഞ്ചൈസ് കളക്ഷന്റെ പേരിൽ മാത്രം ഓർത്തിരിക്കപ്പെടേണ്ട ഒരു ഫ്രാഞ്ചൈസ് അല്ല. മലയാള സിനിമയുടെ വാണിജ്യ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ചിത്രമാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ 2 ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 400 കോടിയോളം രൂപയാണ്. 2019 128 കോടിയാണ് ലൂസിഫർ നേടിയത്. 2025 എമ്പുരാൻ 265 കോടിയോളവും. ഏതായാലും മൂന്നാം ഭാഗവുമായി പൃഥ്വിരാജും മുരളി ഗോപിയും ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും വരട്ടെ. മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് L3. എമ്പുരാനിൽ സംഭവിച്ച പിഴവുകളെല്ലാം തിരുത്തി പൃഥ്വിരാജിന് ഏറ്റവും വലിയൊരു കൊമേഴ്സ്യൽ സക്സസും ക്വാളിറ്റി ചിത്രവും നൽകാൻ സാധിക്കട്ടെ.